ഹലോ ഹായ്, നല്ല കണക്ക് പഴുത്തിരിക്കുന്ന ഈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാമോ? ഇതാണ് സിൽ ഡാർക്ക് ചെറി. നമ്മുടെ സുർനാം ചെറിയുടെ ഫാമിലിയിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. നല്ല കണക്ക് നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് സിൽ ഡാർക്ക് ചെറി. മറ്റുള്ള സുർനാം ചെറികളെ അപേക്ഷിച്ച് ഇതിന് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് നല്ല അതായിട്ട് പഴുക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് റെഡിലോട്ട് പോവും. അപ്പോഴാണ് ഇതിന് നല്ല മധുരം വരുന്നത്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കുന്നത് ഒരു 6 മാസം മുതൽ തന്നെ ഇത് കായ്ച്ചു തുടങ്ങും. ചെറിയ തൈയിൽ തന്നെ ഇത് കായ്ക്കും. ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ നട്ടേക്കുവാണ്. അപ്പോൾ തന്നെ ഇതിൽ പൂവൊക്കെ ആയി. ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളത് നട്ടിട്ട് നിറച്ച് പൂ പിടിക്കുക. പൂ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നല്ല രീതിയിലാണ് ഇതിൻ്റെ പൂപിടുത്തം. ഇത് നമ്മൾ തറയിലോട്ടൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നല്ല മരമാകുമ്പോൾ നിറച്ച് പൂക്കൾ കൊണ്ട് നിറയ്ക്കുക. അതിനകത്ത് കായും അതേ കണക്കാണ് കൊലകുത്തിയാണിത് കാ പിടിക്കുന്നത്. സാധാ സുർനാം ചെറിയ കണക്ക് തന്നെയാണ്. ഇത് അത്രയും നല്ല കണക്കാണ് സിൽ ഡാർക്ക് ചെറിയും കായ്ക്കുന്നത്. പിന്നെ സുർനാം ചെറിയെ അപേക്ഷിച്ചുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല മധുരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം മറ്റേതിനെ അപേക്ഷിച്ച് അല്പം കുറവാണ്. ചെറിയ കായകളാണ് സിൽ ഡാർക്ക് ചെറിക്കുള്ളത്. പക്ഷേ ഇഷ്ടം പോലെ പിടിക്കും. ആദ്യം ഇതേണക്കാണ് ഒരു പച്ച കളറിലാണ് അതിൻ്റെ കായകൾ വരുന്നത്. ഞാൻ പറഞ്ഞ കണക്ക് തീരെ വലിപ്പം കുറവാണ് ഇതിൻ്റെ കായക്ക്. ഏകദേശം പൂ പിടിച്ചാൽ നമുക്കൊരു 2 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ കായകൾ പഴുത്ത് കിട്ടും. അല്പം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നിടത്ത് വേണം ഇതിൻ്റെ തൈകൾ നടാൻ. നമുക്കിത് ചട്ടിയിലും വെച്ച് നടാം. അങ്ങനെ പ്രൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ടും വളർത്തി ഇതിന് കായകൾ പറിച്ചെടുക്കാൻ പറ്റും. ഇത് ചെടി നല്ല പ്രായം വയ്ക്കുന്നതോറും നല്ല കണക്കിത് കായ്ക്കും. പിന്നീട് ആ പച്ച കളറിൽ മാറി ഇത് ഒരു ഓറഞ്ച് കളറിലോട്ടാണ് അത് മാറുന്നത്. ഈ സമയത്തൊന്നും ഇത് പഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഒരു ചെറിയൊരു ചവർപ്പൊക്കെ കാണും. പിന്നീട് ആ ഓറഞ്ചിന് ചെറിയൊരു റെഡിലോട്ട് ഇത് മാറും. അത് ഒരു ദിവസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കളർ മാറുന്നത്. പിന്നീട് ഈ റെഡിൽ നിന്ന് നല്ല ഡാർക്ക് റെഡിലോട്ട് മാറുമ്പോഴാണ് ഇത് വിളവെടുക്കേണ്ടത്. നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ അല്പം മധുരം കുറവായിരിക്കും. എന്നിരുന്നാലും ഇഷ്ടം പോലെ കായ്ക്കും. പിന്നെ വളപ്രയോഗം നമുക്ക് ജൈവവളമോ രാസവളമൊക്കെ അല്പമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ട. നിലത്തൊക്കെ നടുവെന്നെങ്കിൽ പിന്നീട് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നല്ല കണക്ക് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് സിൽ ഡാർക്ക് ചെറി എന്നുള്ളത്. ഇപ്പം വളമൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് പുലകുത്തി കായ്ക്കും. പിന്നീട് റെഡിൽ നിന്ന് ഇതേണക്കൊരു ഡാർക്ക് റെഡിലോട്ട് മാറും. ഇത്രയും കൂടെ നല്ല കണക്ക് റെഡിലും കൂടെ ആകുമ്പോഴാണ് നല്ല മധുരം ആവുന്നത്. ഇതിപ്പോൾ മഴയാണ്, ഞാൻ ഈ ഒരു പരുവത്തിൽ പറിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ ആദ്യം പിടിച്ചൊരു പച്ച അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. പഴുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഈ കളറാണ് ആവുന്നത്. ഇതിനായിട്ട് ഇച്ചിരി കൂടെ നല്ല ഡാർക്ക് റെഡ് ആകുമ്പോഴാണ് നല്ല മധുരമാവുന്നത്. ഒരു കുഞ്ഞൻ പഴമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വലിയ വലിപ്പമൊന്നുമില്ല. ഞാനത് അതിൻ്റെ ഒരു വിത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്കിൻ്റെ വിത്ത് നട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ അത് കായ്ക്ക് ശകലം ടൈം എടുക്കും. അതിന് വരെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ലെയറിങ്ങോ ഒക്കെ ചെയ്തെടുത്താൽ മതി. ഇതാണ് എൻ്റെ വിത്തിൻ്റെ വലിപ്പം. നല്ല വലിപ്പമുള്ളൊരു വിത്താണ് ഇതിൻ്റെ അകത്തുള്ളത്. കായും ചെറുതാണ്, അതേ കണക്ക് തന്നെ എൻ്റെ വിത്തും അല്പം വലുതുമാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു പഴം തന്നെയാണ് ഇത്. എല്ലാവർക്കും ഇത് വയ്ക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.